മോനെ നിനക്ക് നല്ല പണി കിട്ടിയല്ലേ? അയ്യോ അച്ഛാ, ഇതിനെ പണിയെന്നൊന്നും പറഞ്ഞാ പോരാ. ഞാൻ എന്ത് ചെയ്യോ എന്തോ അച്ഛാ. ആർക്ക് വാങ്ങിച്ചു കൊടുത്താലും കലകം നടക്കും, വാങ്ങി കൊടുത്തില്ലെങ്കിലും കലകം നടക്കും. ഞാൻ ആലോചിച്ചിട്ടേ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എല്ലാവർക്കും ഓരോന്ന് വെച്ച് വാങ്ങിച്ചു കൊടുത്താല. അതാ നല്ലത്. പക്ഷെ എൻ്റെ കാശില്ല. സത്യത്തിൽ നീ മൂക്കുത്തി ആർക്ക് വേണ്ടിയാണ് പണി ചെയ്ത്? അല്ല, എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമുണ്ട്. അച്ഛൻ എനിക്ക് തീരെ വിശ്വാസമല്ല. അത് ശരി. ഇതോ പോണ് അച്ഛൻ്റെ കാർബൺ കോപ്പി. അത് ചേട്ടാ, ഞാൻ മനഃപൂർവ്വം പറഞ്ഞല്ല ചേട്ടാ. എന്റെ വായിന്നേ അറിയാതെ അങ്ങ് വീണു പോയതാ. അറിയാതെ വീണു പോയതാ. നിന്റെ വായിന്ന് കുറെ വീഴും. ചേട്ടാ എന്തിനാട്ടാ ചേട്ടാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഇതിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് സുമേഷ് കിടിലായിട്ട് സോൾവ് ചെയ്തിരിക്കുന്നു. പിന്നാണോ ഈ പീള മൂക്കുത്തി? നീ എങ്ങനെ ഇത് സോൾവ് ചെയ്യുമെന്ന് പറ. ചേട്ടാ, ചേട്ടൻ ഡോക്ടറോടും വക്കീലിനോടും സുമേഷിനോടും മാത്രം കള്ളം പറയരുത്. അതുകൊണ്ട് ചേട്ടൻ പറ, ഇത് ആർക്ക് കൊടുക്കാൻ വേണ്ടി ഈ മൂക്കുത്തി പണിയിച്ചേന്ന്? ഇത് ആർക്ക് കൊടുക്കാൻ വേണ്ടി ഈ മൂക്കുത്തി പണിയിച്ചേന്ന്? നിന്റെ അടുത്ത് പറയുന്നതിനെക്കാളിലും വെളിയിൽ ഒരു കറുത്ത ബോർഡ് തൂക്കിയിട്ടിട്ട് അതിൽ ചോക്ക് കൊണ്ട് എഴുതുന്നതാണ്. വിശ്വാസം ഇല്ലല്ലേ? അത് ശരിയാട്ടാ, ചേട്ടൻ പറഞ്ഞ കറക്റ്റാ. എന്റെ വായന ചിലപ്പോൾ അറിയാൻ എന്തെങ്കിലുമൊക്കെ വീണ് പോകും. അതാണ് ഉത്തമ. എൻ്റെ അഭിപ്രായത്തിലെ ഈ മൂക്കുത്തി നീ ലളിതയ്ക്ക് കൊടുക്കുന്നതാണ് സേഫ്. അമ്മയ്ക്ക് കൊടുക്കുന്നതാകുമ്പോൾ പിന്നെ ആരും ഒന്നും ചോദിക്കില്ലല്ലോ. അത് അമ്മയുടെ ഊരി വയ്ക്കാനാ. പുടതിരക്ക് അവിടുന്ന്. ഉത്തമ, നീ ഞാൻ പറഞ്ഞൊന്ന് ആലോചിച്ചു. അമ്മയ്ക്ക് ഈ മൂക്കുത്തി കൊടുക്കുമ്പോൾ പിന്നെ വേറെ തർക്കങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, അല്ലേ? അച്ഛൻ ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കിയാണ്. ചിന്തിച്ചാ എന്താണ്? ഞാൻ ചിന്തിക്കുക. എന്നാ ചേട്ടൻ പറഞ്ഞ വിശ്വസിക്കുന്ന വേറൊരു സംഭവമുണ്ട്. അച്ഛാ, അമ്മയ്ക്ക് ഞാൻ പറയട്ടെ, അമ്മയ്ക്ക് കൊടുത്തില്ലെങ്കിൽ അമ്മ അങ്ങ് വിടും. ബാക്കിയുള്ളവർക്ക് കൊടുത്തില്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഞാൻ ആലോചിച്ചിട്ടെ നീ പറഞ്ഞതാ ശരി. എന്നാ ചേട്ടൻ പറഞ്ഞ വിശ്വസിക്കുന്ന വേറൊരു സംഭവമുണ്ട്. എന്തോന്ന്? നമ്മളൊരു പശുവിനെ മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇതെന്തോന്ന്? ഇത് പശു, അതൊക്കെ വിട്. നമ്മൾ പശുവിനെ മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അതിനുവേണ്ടിയാന്ന് പറഞ്ഞാലോ? മൂക്കുത്തിയാ? ഓ, സൈസ് ആവത്തില്ലല്ലേ? എന്തുവാടേ ഇത്? സൈസ് ആവത്തില്ല. നീല്ല നേരം മറ്റേ മൂക്കുത്തി പ്രശ്നം എങ്ങനെയാടാ മക്കളെ? എനിക്കൊന്നും അറിഞ്ഞോ മുത്തശ്ശി. അച്ഛനോടെ പ്രാന്ത് പിടിച്ച് തേരാപ്പാട്ട് നടക്കുന്നുണ്ട്. എന്താ മുത്തശ്ശിക്ക് വേണ്ടേ മൂക്കുത്തി? മുത്തശ്ശിക്ക് വേണ്ടേ? എൻ്റെ മൂക്ക് കുത്തി ദ്വാരം വീണിട്ട് വേണം ഇനി എൻ്റെ ജീവൻ അതിലേ കൂടെ പോകാൻ. മോളെ എന്നിട്ടേ മോക്ക് വേണമെന്ന് പറ മൂക്കുത്തി. എനിക്കൊന്നും വേണ്ട, എനിക്ക് പേടിയാ. നല്ല വേദന എടുക്കും. അത് ശരിയാന്നല്ല. പണ്ട് നിന്നൊക്കെ കൊണ്ടുപോയി കാത് കുത്തിച്ച ഞാനല്ലേ? അന്നാ തട്ടാൻ്റെ കാലും കൈയും അത്രയും കടിച്ചു പറിച്ചത് നീയാ. കടിച്ചു പറിച്ചു കളഞ്ഞു. മണ്ണാടി ചിന്ന മിഠായി ഞാൻ പറഞ്ഞു ചെവിയിൽ ഒറ്റ കുത്തി ആർക്കാണ്? എടാ ശംഭു, നിനക്ക് കാത് കുത്തിയിട്ടുണ്ട്, മൂക്കും കൂടെ കുത്തിയാൽ നല്ലതാ കേട്ടോ. ആണുങ്ങൾക്ക് ഇപ്പൊ മൂക്കുത്തി ട്രെൻഡിങ് ആവുന്നതുള്ളൂ മുത്തശ്ശി. ഈ പാവാട ഉടുപ്പൊക്കെ ഞാനൊക്കെ ചേർത്താവോടാ? പറയാൻ പറ്റൂല മുത്തശ്ശി. എന്തെല്ലാം കാണാനും കേൾക്കാനും കിടക്കുന്നടാ ഇനി. ചേട്ടാ, ഓ എന്റെ സുന്ദരൻ ഇവിടെ ഇരിക്കുവാണോ? എന്നോട് ഇത്ര സ്നേഹം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. എന്ത്? എന്റെ ബർത്ത്ഡേക്ക് പുതിയ മൂക്കുത്തി വാങ്ങിച്ചു തരാൻ പോവല്ലേ? സർപ്രൈസ് പൊളിഞ്ഞതിന്റെ ഒരു ചെറിയ വിഷമൊക്കെ എനിക്കുണ്ട്. പക്ഷെ സാരമില്ല, പുതിയ മൂക്കുത്തി കിട്ടുമല്ലോ. നിന്റെ ബർത്ത്ഡേ നാളെയാണോ? ഓ, അവിടെ നിന്ന് അഭിനയിക്കാതെ, എനിക്കെല്ലാം മനസ്സിലായി. നാളെ കിട്ടുമോ? ചിലപ്പോ മാസങ്ങളെടുക്കും. മാസങ്ങളോ? എന്താ? ഒന്നും പറയാൻ പറ്റൂല. മാത്രമല്ല നിനക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ലല്ലോ. പറയേണ്ട കാര്യമുണ്ടോ? കിട്ടുമ്പോ ദേ ഈ കയ്യിലോട്ട് കൊണ്ട് തന്നാ മതി. പൈങ്കിളി ഇന്നാ വെച്ചോന്ന് പറഞ്ഞിട്ട്. നോ കമന്റ്സ്. എനിക്കൊന്നും പറയാല്ല, നീ പൊക്കോ. അങ്ങനെ പറയല്ല, എന്തേലും പറ ചേട്ടാ, പറയട്ടാ. പിന്നെ ഞാൻ ഈ പുതിയ മൂക്കുത്തി ആശയ്ക്കാണ് കൊടുക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും നിന്റെ റിയാക്ഷൻ എന്നൊരു സൂചന തരാൻ പറ്റുമോ? ആശയ്ക്കാണെങ്കിൽ പെങ്ങളുടെ ബർത്ത്ഡേക്ക് ഭാര്യയ്ക്ക് മൂക്കുത്തി കൊടുത്താൽ ഒരു പെങ്ങളുടെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടാവുമെന്ന് ചേട്ടൻ ഇവിടെ ഇരുന്ന് മാവേലോട്ടും നോക്കി ആലോചിച്ചാ മതി കേട്ടോ. ശരിക്ക് ആലോചിക്ക്. ആലോചിക്ക്. സുന്ദരൻ
ആലോചിക്കേ. കപ്പയും ബീഫും എന്തായി മോളെ? അത് അച്ഛാ ഞാൻ ബീഫ് കറി മാറ്റിയിട്ട് ഇത് ഫ്രൈ ആക്കാന്ന് വിചാരിച്ചു. ഓ മനസ്സിലായി. എന്ത് മനസ്സിലാവാൻ? ഞാൻ ഈ ബീഫ് ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാ ഇത് കറി വെക്കാൻ പറ്റിയതല്ല, ഇത് ഫ്രൈ ഉണ്ടാക്കാനാ നല്ലത്. അത് ശരി. അല്ലാതെ ഉത്തമനെ സോപ്പിടാൻ വേണ്ടിയിട്ടല്ല. സോപ്പിടാനോ? ഞാൻ എന്തിനാ ഉത്തോണ്ട സോപ്പിടുന്നേ? ഉത്തണ്ട, ഞാൻ നിങ്ങക്ക് ഇഷ്ടമുള്ള ബീഫ് ഫ്രൈയും വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട്. വെള്ളയപ്പോ? ആ അതൊക്കെ ഞാൻ റെഡിയാക്കി. നീ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴായിരിക്കും അരി ചോറിന് പറ്റിയതല്ലേ വെള്ളയപ്പത്തിന് പറ്റിയതാണെന്ന് മനസ്സിലായത്. ചെറുക്കാ ആ മൂക്കുത്തിയർത്ഥം കൊടുത്തരാ, എനിക്കൊന്നും കാണാൻ വയ്യ. മൂക്കുത്തിയോ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയായിരുന്നു. അല്ലെ നിങ്ങൾ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അല്ലേ തന്നെ എനിക്കിപ്പോ എന്തിനാ ഒരു പുതിയ മൂക്കുത്തി? കണ്ടോ വെച്ചാ, ഓരോരുത്തർ ഓരോരോ രീതിയിലാണ് നമ്മളെ ഭീഷണിപ്പെടുത്തണത്. അല്ലെങ്കിൽ തന്നെ ഈ മൂക്കുത്തിയൊക്കെ ആരാണെന്താ കണ്ടുപിടിച്ചത്? മൂക്കുത്തി, കമ്മല്, വള, മാല. ആണുങ്ങളുടെ വിധിയടേ. അച്ഛൻ നോക്കിക്കോ, കുറച്ചുകൂടെ നാൾ കഴിയുമ്പോഴത്തേക്ക് കണ്ണിന്റെ പോളയും കൂടെ തുളച്ച് അവിടെയും കൂടെ സ്വർണം കെട്ടിയിടും ആൾക്കാർ. ബീഫ് കറി ക്യാൻസൽ ചെയ്യണ്ടായിരുന്നു, ഇതൊരു മാതിരി തേപ്പായി പോയി. എടി എൻ്റെ മൂക്കാൻ കുത്തലെന്താ? എന്തോ അമ്മ മൂക്കൂത്ത ഈ പ്രായത്തിലോ? ഓക്കെ. ഓ അമ്മ എന്തിനാ ഇനി ഈ പ്രായത്തിൽ മൂക്ക് കുത്താൻ പോകുന്നത്? ഒരു വിധത്തിൽ അവരെ ഒന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വേണ്ടെന്നേ ഈ മൂക്കൊന്നും കുത്തണ്ട. എടാ ഉത്തമ, മൂക്കുത്തി മറ്റാർക്കും കൊടുക്കരുത്, എനിക്ക് വേണം. കളിയടാ മോനെ. എല്ലാ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കളിച്ചോണ്ടിരുന്നു കേട്ടാ. എന്താന്നാ ചേച്ചാ ആർക്ക് കൊടുക്കാൻ തീരുമാനിച്ച്? യോ എനിക്ക് അറിഞ്ഞൂടാ മക്കളെ. ഇതിപ്പോ ആർക്കും കൊടുത്തില്ലെങ്കിൽ എന്തോ പ്രശ്നം? ഇതിപ്പോ ആർക്കും കൊടുത്തില്ലെങ്കിൽ എന്തോ പ്രശ്നമെന്ന്. കൊടുത്താ ഒരു വലിയ പൊട്ടിത്തെറിയിൽ ഇതങ്ങ് തീരും. കൊടുത്തില്ലെങ്കിൽ നിനക്കായല്ല എനിക്കായിരുന്നു, എനിക്കല്ല നിനക്കായിരുന്നു എന്ന് പറഞ്ഞ് ഇവര് കാലാകാലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അടിയും കൂടി അങ്ങനെ നടക്കും. വേറെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിലേ എന്റെ ചേട്ടാ അതിനല്ലേ ഈ ഞാൻ നിന്റെ ഐഡിയ ഒക്കെ കേട്ടെടുത്തോളാം മതിയടേ. ഓ എന്നാ പിന്നെ ഞാൻ ഐഡിയ ഒന്നും പറയുന്നില്ല. പ്രശ്നം പരിഹരിച്ചേ കൈ വെച്ച് തരാം. അല്ല അത് വാങ്ങിച്ചു വെക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലേ. അച്ഛ ചിറ്റപ്പന്റെ ഈ കാര്യം ഏൽപ്പിക്കുന്നത് ഇരട്ടിപ്പണിയാവും. ഓരോരോ പ്രാവശ്യം പണി കിട്ടുമ്പോഴത്തേക്കും നീ ഓരോന്ന് ചെയ്ത് റെഡിയാക്കും എന്നുള്ളൊരു തോന്നലാണ് മനസ്സിൽ. എന്തിനാണോ എന്തോ. അതാണ് ഈ സുമേഷിന്റെ പ്രത്യേകത. ശുഭാപ്തി വിശ്വാസം കൊടുത്തോളെ. എടാ ഇത്തവണ നീ ജയിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്റെ ഊപ്പാട് വന്നു പോടാ. ഇപ്പൊ തന്നെ പലതരത്തിലുള്ള ഭീഷണികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ വിഷയമില്ല ചേട്ടൻ പേടിക്കണ്ട. ഡേയ് നീ നിർത്ത്, എന്നിട്ട് പറ. ചേട്ടൻ പേടിക്കണ്ടെന്ന്. സുമേഷ് ഉണ്ടല്ലോ, എന്തിനാ പേടിക്കുന്നേ? അച്ഛാ 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 ഇവക്ക് അച്ഛനെ കാണണോ? അല്ലേടി മോളെ പല്ലവി, നീ അച്ഛനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വന്നതാണോ? എന്തിന്? ഞാൻ ചുമ്മാ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. പിന്നെ എനിക്ക് വല്ല പ്രതീക്ഷയൊന്നുമില്ല. അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ലെന്നാണല്ലോ അച്ഛാ. എന്താ ചിരിക്കണേ? ഉത്തമ നീ ഒന്ന് വേഗം വന്നേ, അമ്മയ്ക്ക് എന്തോ ഒരു ക്ഷീണം പോലെ. പറഞ്ഞു തീർക്കാൻ സമ്മതിക്കത്തില്ല. അടവാടാ അടവ്. വാ വാ, 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 വാ.